ബാക്കിൽ പോളിരിക്കുന്നവർക്ക് കേൾക്കാവോ? കേൾക്കാമോ? ഒന്ന് കൈവക്കാവോ? കേൾക്കുന്നുവെങ്കിലോ? ഓക്കെ, താങ്ക് യു. Yes, so my dear students and their parents, a warm good afternoon. അയ്യോ, അതെ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാര്യം ഉച്ച സമയമാണ്, വിശപ്പൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രാഷിൻ്റെ ടൈം ടേബിളും നമുക്ക് പഠിച്ചു തീർക്കേണ്ട പോർഷൻസും ഒക്കെ കണ്ട് ചെറുതായിട്ടൊന്ന് ടെൻഷനായിട്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരാൾ വന്ന് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്നത്. അപ്പോൾ വിശപ്പ് മാറാനുള്ള ചെറിയ പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് ഇരിക്കുക. അപ്പോൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, IITians, അതുപോലെ സയൻറ്റിസ്റ്റ്, CUET പരീക്ഷ വഴിയൊക്കെ എഴുതി കയറി സയൻറ്റിസ്റ്റുമാരാവാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ പോകുന്ന നിങ്ങൾ ഒരു ടീച്ചറിന് ഗുഡ് ആഫ്റ്റർനൂൺ ഈ എനർജിയിലൊന്നും പറഞ്ഞാൽ പോരാ. സോ പ്ലീസ് മൈ സ്റ്റുഡൻസ്, സേ എനർജറ്റിക്കലി ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്ന, നാളെ മുതൽ വരാൻ പോകുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വാസ്റ്റായിട്ടുള്ള ഒരു സിലബസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് നിങ്ങളത് നന്നായിട്ട് പഠിച്ചെടുത്ത് നീറ്റ് അതുപോലെ തന്നെ കീമ ഇതെല്ലാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ജീവിതത്തിൽ എടുത്ത നല്ല തീരുമാനങ്ങളിൽ ഏറ്റവും നല്ല തീരുമാനമാണ് സൈലത്തിൽ വന്ന് ജോയിൻ ചെയ്തത്. ഞാൻ വളരെയധികം സത്യസന്ധമായിട്ട് പറയാൻ എൻ്റെ കുഞ്ഞുങ്ങളെ, സൈലം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും നിങ്ങളുടെ പാരൻസും എടുത്ത ഏറ്റവും വലിയ നല്ല തീരുമാനമാണ്. അതോടെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുവാണ്. അപ്പം ഞാൻ ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന മാഷുമാരെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും, ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഈ ഫീൽഡിൽ ഒരുപാട് നാള് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പലതരത്തിലെ കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളുടെ മാനസിക സ്ഥിതി എങ്ങനെയൊക്കെയാണ് മാറുന്നത്, അവരെ എങ്ങനെ നമ്മൾ ഇഫക്റ്റീവായിട്ട് പഠിപ്പിക്കും എന്നെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു വന്ന ആൾക്കാരാണ്. ഇപ്പോൾ നേരത്തെ പ്രദോഷ് സാർ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു തള്ളാനോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. കാര്യം ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയുമ്പോൾ അത് സ്വയം, ഞാൻ നിങ്ങളിലേക്ക് ഒരു കാര്യം എത്തിക്കുന്നുവെങ്കിൽ അതെനിക്ക് സ്വയം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അല്ലാതെ അവർ ചെയ്തു ഇവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്, ഇതെൻ്റെ 25ാമത്തെ വർഷമാണ് എൻട്രൻസ് കോച്ചിങ് ഫീൽഡിൽ ഞാൻ പഠിപ്പിക്കുന്നത്. 25th ഇയർ. അതായത് ട്രിവാൻഡ്രത്ത് 2 പ്രസിദ്ധമായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടയത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പലതരത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ചു വളരെ കംഫർട്ടബിളായിട്ട് നിന്നിട്ട് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് മുന്നേ ഈ സൈലത്തിലേക്ക് ഞാൻ വരണമെങ്കിൽ ഞാനും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഉള്ള പല ഫാക്കൽറ്റി മെമ്പേഴ്സും അങ്ങനെയൊക്കെ വന്ന ആൾക്കാരാണ്. വരണമെങ്കിൽ ഞങ്ങളും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. അപ്പം എൻ്റെ പേഴ്സണൽ കാര്യം പറയാമെങ്കിൽ വെറും ഒരു ആവറേജ് ലെവലിൽ നിന്ന് അനന്തു എന്ന് പറയുന്ന ഒരു സാധാരണ വിദ്യാർത്ഥി പഠിച്ച്, അതായത് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സ്വയം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിന് ഓൺലൈൻ ക്ലാസ്സുകളുടെ സഹായം തേടി എൻട്രൻസ് എക്സാം, മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തു എന്ന് വന്നാൽ, അല്ലെങ്കിൽ അത് നടന്നൊരു കാര്യമാണ്, അദ്ദേഹം ഡോക്ടറാണ്, അങ്ങനെ ഒരു വ്യക്തിക്ക്, അങ്ങനെ ഒരു കുട്ടിക്ക്, വെറും ആവറേജ് ലെവലിൽ നിന്ന ഒരു കുട്ടിക്ക് ഇത്രയും അച്ചീവ്മെൻ്റ് ഉണ്ടാകാമെങ്കിൽ സാധാരണ കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ ഫുൾ A+ കിട്ടിയ കുട്ടികൾ, അല്ലെങ്കിൽ അബവ് ആവറേജ് കുട്ടികൾ, ടോപ്പ് മോസ്റ്റ് കുട്ടികൾക്ക് നീറ്റ്, IIT, JEE ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താ രീതി മാറ്റേണ്ടതായിട്ടുണ്ട് എന്നും അത് സൈലം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വെറും 3 വർഷം കൊണ്ട് അത് വളരെയധികം ടോപ്പായിട്ട് നേടിയെടുത്തു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് യാതൊരു ഭയവും ഇല്ലാതെ ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള പല ഫാക്കൽറ്റി മെമ്പേഴ്സ് അത് മോട്ടിവേറ്റഡ് ആയിട്ടാണ് വന്നത്. കാരണം നമുക്ക് ആവറേജ് ഒരു ലെവലിൽ നിൽക്കുന്ന കുട്ടികൾക്ക്
ഒരു വിദൂര സ്വപ്നമായിട്ട് കണക്കാക്കിയിരുന്ന നീറ്റും അതുപോലെ തന്നെ IIT ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഡോക്ടർ അനന്തു നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കരിക്കുലം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നേരത്തെ നമ്മുടെ ജിഷു സാറ് പറഞ്ഞതുപോലെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടു. ഹോസ്റ്റലിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ പോയി ഉറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഞാൻ ഈ പറയുന്നത് ബാധകമല്ല. നമ്മൾ ആ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കരിക്കുലത്തിനെ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളെ വിശ്വസിച്ച്, ഞങ്ങൾ ടീച്ചേഴ്സിനെ വിശ്വസിച്ച് ഞങ്ങൾ പറയുന്ന ആ ഒരു പാത്വേയിൽ നിങ്ങൾ പോകുന്നുവെങ്കിൽ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് 100% ഞാൻ ഉറപ്പ് തരികയാണ്. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ നടന്നിരുന്ന എൻട്രൻസ് പരീക്ഷകളൊക്കെ കുഞ്ഞു പിള്ളേർക്ക് മക്കൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. എയിംസ്, ജിപ്മർ, AFMC, AIPMT, കേരള എൻട്രൻസ്, ബാക്കി സ്റ്റേറ്റുകളിലെ എൻട്രൻസ്. അപ്പോൾ ഈ എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ വരുന്ന സിലബസ്, അതിൽ വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഇതെല്ലാം അറിഞ്ഞും കണ്ടും പഠിപ്പിച്ചും സ്വയം മനസ്സിലാക്കിയും വന്ന ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ഇപ്പോൾ കോട്ടയം സൈലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന നീറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ കട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ ഉഴപ്പരുത്. കാരണം ഞങ്ങളുടെ മറ്റ് ബാച്ചുകൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് ലോജിക്കായിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ +1 +2 ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഹൈബ്രിഡ് റിപ്പീറ്റേഴ്സ് ബാച്ചിനും ഒക്കെ കൊടുക്കുന്ന സമയം വെച്ച് നോക്കിയാൽ വളരെ കുറച്ച് സമയമേ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇൻട്രാക്റ്റഡ് ആകുന്നുള്ളൂ, ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ഇൻട്രാക്റ്റഡ് ആകുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് നമുക്ക് പഠിപ്പിച്ച് തരേണ്ടതും നിങ്ങൾ പഠിക്കേണ്ടതും മോഡ്യൂൾ എക്സാം എഴുതേണ്ടതും എല്ലാം തന്നെ അതിനുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കരിക്കുലം എന്ന് പറഞ്ഞാൽ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു തരുമ്പം ദയവ് ചെയ്ത് എൻ്റെ പൊന്നു മക്കള് ഞങ്ങൾ പറയുന്നത് കേട്ട് അതുപോലെ അനുസരിച്ച് നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി. NCERT ടെക്സ്റ്റ് ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ്, ഈച്ച് ആൻഡ് എവറി വേർഡ് ഒന്നും ഈ പറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് +1 ടോപ്പിക്സ്. നിങ്ങൾ +2 ബോർഡ് എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഏറെക്കുറെയൊക്കെ നിങ്ങൾ കൺഫേംഡ് ആയിരിക്കും, നിങ്ങൾ തറോ ആയിരിക്കും. പക്ഷെ +1 അത്രത്തോളം ഉറപ്പില്ല നിങ്ങൾക്ക്. എന്നിരുന്നാൽ പോലും, അതായത് ആ NCERT മൊത്തം വായിച്ചു തീർക്കാൻ സമയമില്ലെങ്കിൽ പോലും വളരെ ക്യാപ്സ്യൂൾ രൂപത്തിൽ നീറ്റ് എക്സാമിനേഷന് അതിൻ്റേതായ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നാളെ മുതൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇതുപോലത്തെ സ്ലൈഡുകളും DPPയും എല്ലാം നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ NCERT ടെക്സ്റ്റ് പറ്റുന്നത് പോലെ വായിക്കുക. ബയോളജിയൊക്കെ NCERT ടെക്സ്റ്റാണ് മെയിൻ. ഞാൻ ബയോളജി ടീച്ചറാണ്, പറഞ്ഞല്ലോ, ബോട്ടണി പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ NCERT ടെക്സ്റ്റ് തന്നെയാണ് തറവായിട്ട് വായിക്കേണ്ടത്. പക്ഷേ ക്രാഷ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം കുട്ടികൾക്ക് അതിന് മൊത്തത്തിൽ നമുക്ക് വായിച്ചു തീർക്കാൻ സമയമില്ല. അപ്പോൾ അത് ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കതൊരു നഷ്ടമാകാതെ, NCERT ടെക്സ്റ്റ് പൂർണ്ണമായിട്ട് വായിച്ചു തീർത്തില്ല എന്നുള്ളത് ഒരു നഷ്ടമാകാതെ, അങ്ങനെ ഫീൽ ചെയ്യാതെ ഒരു കരിക്കുലം അല്ലെങ്കിൽ ഒരു സ്റ്റഡി പാക്കേജാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ കൂടെ നിന്നൊന്ന് നിങ്ങൾ രാവിലെ 8:30 ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ അത്രയും സമയവും നിങ്ങൾ നല്ല ഫ്രഷായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഈ പറയുന്ന ദിവസങ്ങൾ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ബാക്കി എല്ലാ ചിന്താഗതികളും, ഈ ഒരു പ്രായമാണ് അഡോളസൻസ്, സ്ട്രെസ് ആൻഡ് സ്റ്റോമിൻ്റെ പ്രായമാണ്, അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം തന്നെ ഹോർമോൺസിൻ്റെ മാത്രം ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന ഇമോഷൻസ് ആണെന്ന് മനസ്സിലാക്കി ആ പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് പോയാൽ 100% ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻജിനീയറിംഗ് എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഇരിക്കുന്ന കുട്ടികളുടെ ഒരു പൊട്ടൻഷ്യൽ, പല പൊട്ടൻഷ്യലുള്ള കുട്ടികളായിരിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി ആവറേജ് അല്ലെങ്കിൽ ഒരുപാട് ബിലോ ആവറേജ്, എബവ്
ആവറേജ് അതൊന്നും ഒരു വിഷയമേ അല്ല. നേരത്തെ ജിഷു സാറ് പറഞ്ഞതാണ്, നമുക്ക് പ്ലസ് ടുവിൻ്റെ മാർക്കോ അതൊന്നും ഒരു വിഷയമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഭയപ്പെടേണ്ട. നിങ്ങൾ പ്ലസ് ടുവിൽ എങ്ങനെ പഠിച്ചോ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാലും എൻ്റെ പൊന്നുമക്കൾ ഏത് ഒരു സ്റ്റേജിലാണ് അല്ലെങ്കിൽ എത്രത്തോളം എനർജറ്റിക്കാണ് നാളെ ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മക്കളോടാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പറയോ? എത്രത്തോളം ആക്റ്റീവാണ്? നാളെ മുതൽ ഞങ്ങൾ ഇതുപോലെ ഉറക്കം തൂങ്ങി വരണോ അതോ ഞങ്ങൾ പിള്ളേരെക്കാളും ആക്റ്റീവായിട്ട് വരണോ? ഞങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് മക്കളെ പഠിപ്പിക്കാൻ എന്നുള്ള മക്കളെന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട കാര്യം മക്കളെ പോലെ തന്നെയാണ്. എനിക്ക് PG ഫസ്റ്റ് ഇയർ പഠിക്കുന്ന, അതായത് MSc ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു മോളാണ് എനിക്കുള്ളത്. CUET വഴി അവൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MSc ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇതുപോലെ റിപ്പീറ്റും എല്ലാം ചെയ്ത് തന്നെയാണ് ആ ഒരു പരീക്ഷ എഴുതിയെടുത്തത്. അപ്പോൾ എനിക്കും ബാക്കി ഫാക്കൽറ്റി മെമ്പേഴ്സിനും എല്ലാം നിങ്ങൾ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസമേ കാണുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓരോ ദിവസവും നിങ്ങൾ ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അല്ലാതെ വലിയ എന്താ പറയുക സോപ്പിട്ട് അങ്ങനെയൊന്നും അല്ല. മനസ്സിൽ തട്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത് മക്കളെ. ചേർത്ത് പിടിക്കുകയും ചെയ്യും. എൻ്റെ മോളെ ഞാൻ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെയും ചേർത്ത് പിടിക്കും, 100% ഉറപ്പായിട്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ചിലരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് തല വിളിക്കുന്നുണ്ട്. ചോദിച്ചോ ടീച്ചറെ ചോദിച്ചോ, എന്താ ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കട്ടെ, ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചില ബോയ്സ് ഒന്നും ഇല്ലേ ഇവിടെ? ബോയ്സ് ഒക്കെ എവിടെ? ബോയ്സ് ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്തുവാ ചോദിക്കട്ടെ വേണ്ടേ? ചോദിച്ചോ? വളരെ ഹാപ്പി ആയിട്ട് ചോദിച്ചോ എന്ന് പറയുകയാണ്. ഓക്കെ, എന്നാൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സമ്മാനം ഉണ്ട്, സമ്മാനം. ഓക്കെ, യുഗ്ലീന എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിനെ കേട്ടിട്ടുണ്ടല്ലോ? യുഗ്ലീന ആരെങ്കിലും കേൾക്കാത്തായിട്ടുണ്ടോ? അത് കൈവക്കിയേ. യുഗ്ലീന കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അത് കൈവക്കിയേ. യുഗ്ലീന ഇല്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്. വളരെ ഹാപ്പിയായി. അപ്പോൾ അദ്ദേഹം, ഈ യുഗ്ലീന എന്ന് പറയുന്ന അദ്ദേഹം ഒരു യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടാണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. +1 ചോദ്യമാണ്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞേ, യുഗ്ലീന ഈസ് കമ്മിങ് അണ്ടർ വിച്ച് among the kingdom in 5 kingdom classification? 5 kingdom classificationൽ ഏത് കിങ്ഡം? നമുക്കറിയാം 5 കിങ്ഡം ഉണ്ട്. പ്രോട്ടിസ്റ്റ, മൊണിറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമാലിയ. ഇതിലേത് കിങ്ഡത്തിലാണ് നമ്മുടെ ഈ പുള്ളിക്കാരൻ യുഗ്ലീന വരുന്നത്? കൈപൊക്ക. നിങ്ങൾ വെറുതെ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ധൈര്യമായിട്ട് ആൻസർ അറിയുന്ന ആൾക്കാർ കൈപൊക്കുക. ഒരാള് ഇവിടെ കൈപ്പൊക്കിയിട്ടുണ്ട്. മോളുടെ പേരെന്താ? ചോദിക്കട്ടെ. ശിവപ്രിയ. മോൾ എവിടെ നിന്ന് വരുന്നത്? ഓക്കെ, തൊടുപുഴയിൽ നിന്ന്. നമ്മളെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. വിമല എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് സിലബസ്, CBSE സിലബസ് ആണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ. ഒരു വലിയ ക്ലാപ്പ് കൊടുക്കുക. കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രത്യേകിച്ച് അദ്ദേഹം CBSE സിലബസ് പഠിച്ചു വന്ന ആളാണ്. ബോർഡ് എക്സാം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ +1 ടോപ്പിക്സ് നല്ലതുപോലെ ഓർക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിന്ന് ഇടയ്ക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു ഇതിലിരിക്കുന്ന എത്രയോ കുട്ടികൾക്ക് ഇതിൻ്റെ ആൻസർ അറിയാം, പക്ഷെ മുന്നോട്ട് വരാനൊരു മടി അല്ലേ? ആണോ? കാര്യം എന്താ വെച്ചാൽ ഞാനത് ശ്രദ്ധിച്ചാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇതിനകത്ത് പല കുട്ടികളും പൊട്ടിച്ചാന്ന് ചെറുതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാനത് കേട്ടതാണ്, കേട്ടില്ല കേട്ടോ, കണ്ടതാണ്. ചുണ്ടനങ്ങുന്ന കണ്ടപ്പോൾ മനസ്സിലായി പൊട്ടിച്ചെന്ന് പറഞ്ഞ്. പക്ഷെ അദ്ദേഹമാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ മോക്ക് ടീച്ചറിൻ്റെ കയ്യിൽ ഇന്നും തരാൻ സമ്മാനമില്ല, നാളെ ഉറപ്പായിട്ട് ക്ലാസ്സിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ സമ്മാനം തരുന്നതായിരിക്കും. എന്നാൽ സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? കാര്യം ബോർഡ് എക്സാം ഒക്കെ ഉടനെ തന്നെ കൈയൊക്കെ പൊക്കി. വെരി ഗുഡ്. സോ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആദ്യം കൈപ്പൊക്കിയ ആളിനോട് ഞാൻ ചോദിക്കാൻ പോവാണ്. എവിടെ ആദ്യം കൈപ്പൊക്കിയ ആൾ? വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? യെസ്, മിടുക്കി. പേരെന്താ മോളുടെ? ആമിലി. നല്ല പേര് കേട്ടോ, കേട്ടിട്ടില്ല ഇവർ. ആമിലി നല്ല പേര്. ഏത് എവിടെ? ഞാൻ ട്രിവാൻഡ്രംകാരും വലിയ പിടുത്തമില്ല ഒന്നു. ഓക്കെ, എന്ന് ശരി. മോള് എല്ലാവർക്കും വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. മോളൊന്ന് പറഞ്ഞേ. Syngamy and superficial. Male gametic, female gametic. Kitchen rumors I work out. Superficial എന്ന് പറയുമ്പോൾ male gametic പോളാൻ നല്ല കൈയോട് കൊടുക്കുക. ഇപ്പൊ നോക്കേണ്ട
പറഞ്ഞു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് മാത്രമാണ് ഇത് അറിയുന്നു എന്നുള്ളതല്ല. ഇത്രയും കുട്ടികളെ ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴത്തേക്കും വളരെ ധൈര്യപൂർവ്വം സ്വന്തം അഭിപ്രായം ഇത്രയും കുട്ടികളുടെ മുന്നേ അല്ലെങ്കിൽ ഇത്രയും പാരൻസിന്റെ മുന്നേ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ആ കുട്ടിയുടെ മേന്മ എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, പ്ലസ് 2 ടോപ്പിക്കാണ്, എല്ലാവർക്കും അറിയാം. കുഞ്ഞിനും നാളെ സമ്മാനമുണ്ട്, ക്ലാസ് വെച്ച് ടീച്ചർ കാണുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, തന്നിരിക്കുന്നതായിരിക്കും. പ്രദോഷ് സാറെ 2 കുട്ടികൾക്ക് സമ്മാനമുണ്ട് കേട്ടോ, അപ്പോൾ സാർ അത് കരുതിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ല ഒരു മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസും കുട്ടികളും ഒക്കെ കൂടെ ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വളരെയധികം എനർജറ്റിക്കുമാണ് കുട്ടികൾ. നാളെ മുതൽ നമ്മൾ കൊണ്ടുപിടിച്ച് പഠിപ്പീരും പഠിത്തവും ഒക്കെ ആയിരിക്കും. ഞങ്ങളുടെ കൂടെ ദയവേദി നിൽക്കുക, ആരും ഉറങ്ങരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ മുതൽ ക്ലാസ്സിൽ വെച്ച് കാണാം. അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക. ഇനി ആര് വന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങൾ മോട്ടിവേറ്റഡ് അല്ല എങ്കിൽ റിസൾട്ട് വട്ടപൂജ്യമാണ്. സോ സെൽഫ് മോട്ടിവേഷൻ നിങ്ങളുടെ കഴിവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഒന്നുമില്ലെങ്കിലും പ്ലസ് 2 പരീക്ഷയൊക്കെ എഴുതി ഇതുവരെ എത്തിയില്ലേടാ, ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സീറ്റിലിരിക്കുന്നത്, നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇനി നമ്മുടെ പ്രൈസ്, അതായത് നമ്മുടെ മെഡിക്കൽ അവാർഡ് ദാന ചടങ്ങിനായിരിക്കണം നിങ്ങൾ ഈ പാരൻസിനോടൊപ്പം ഞങ്ങളുടെ മുന്നേ ഇരിക്കേണ്ടത്. സോ അതിനുള്ള എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ടു സൈലം ഫാമിലി.